ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നമുക്കറിയാം രണ്ട് മെത്തേഡാണ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ പഠിക്കുകയും അതിൻ്റെ 3 പ്രോബ്ലം നമ്മൾ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതെല്ലാവരും കുറച്ച് പേർക്ക് ആൻസർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഹൗ വി വിൽ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്കറിയാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ഒറിജിനൽ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു പാർട്ണറുമായി സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. എന്നാൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there will be 2 accounts are opened in the name of each partner. There will be 2 accounts are opened. 2 accounts are opened in the name of each partner. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. വാട്ട് ആർ ദേ? ദേ ആർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് there will be 2 accounts are opened in the name of each partner. They are ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, എക്സും ഒയ്യും ആണ് പാർട്ട്നേഴ്സ് എങ്കിൽ എക്സിന് 2 അക്കൗണ്ട് ഉണ്ടാവും, ഒയ്ക്കും 2 അക്കൗണ്ട് ഉണ്ടാവും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഒറ്റ അക്കൗണ്ടാണ്, എക്സിന് 1 അക്കൗണ്ട്, ഒയ്ക്കും 1 അക്കൗണ്ട്. പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എക്സിന് 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ എക്സ് കറണ്ട് അക്കൗണ്ട്. അതുപോലെ ഒയ്ക്കും 2 അക്കൗണ്ട് ഉണ്ടാവും, ഒയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒയ്സ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇനി ഈ 2 അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ഫ്ലക്ച്വേറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഐറ്റംസിനെ എല്ലാം ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ 2 അക്കൗണ്ടിലോട്ട് കാണിക്കണം. ഇത്ര മാത്രമേ ഇവിടെ ഉള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളെല്ലാം ഒരു അക്കൗണ്ടിലല്ലേ കാണിച്ചത്. അതിനെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 2 അക്കൗണ്ടിലോട്ട് കാണിക്കണം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഏതൊക്കെ ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും, ഏതൊക്കെ ഐറ്റം കറണ്ട് അക്കൗണ്ടിൽ കാണിക്കും, ഇതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്, ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഒറിജിനൽ ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത്, ക്രെഡിറ്റ് സൈഡിൽ എന്താ കാണിക്കും, ഒറിജിനൽ ക്യാപിറ്റൽ, അതാണ് നമ്മൾ ബൈ ക്യാഷ് ഓർ അസറ്റ് എന്ന് എഴുതുന്നത്. ആൻഡ് ആൾസോ ക്രെഡിറ്റഡ് വിത്ത് അഡീഷണൽ ക്യാപിറ്റൽ, അതാണ് നമ്മൾ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ അസറ്റ് എന്ന് എഴുതുന്നത്. ഇത് രണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഏതാണ്? ഡെബിറ്റ് സൈഡിൽ വരുന്നത് പെർമനൻറ്റ് വിഡ്രോവൽ. പെർമനൻറ്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എന്താ പെർമനൻറ്റ് വിഡ്രോവൽ? ചില പാർട്ണർ ക്യാപിറ്റലിൽ എക്സസ് വരും. ക്യാപിറ്റൽ എക്സസ് വന്നു കഴിഞ്ഞാൽ ആ എക്സസിനെ അവരെന്ത് ചെയ്യും, പെർമനൻ്റായിട്ട് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. ഡ്രോയിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്യുന്നതാണ്, അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. പെർമനൻറ്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ അവർ ക്യാപിറ്റലിൽ നിന്ന് പെർമനൻ്റായിട്ട് വിഡ്രോ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതൊരു പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എക്സ് കൊണ്ടുവന്ന ക്യാപിറ്റൽ, ഒറിജിനൽ ക്യാപിറ്റൽ ബൈ ക്യാഷ്, സപ്പോസ് ചെയ്യുക 60,000 ആണ്, 60,000 രൂപ. ഇനി അവൻ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ ബൈ ക്യാഷ് 10,000 ആണ്. ഇത്രയും കൊണ്ടുവന്നു. ഇത് ഒറിജിനൽ ക്യാപിറ്റൽ, ഇത് അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെ ഇരുന്നപ്പോൾ എക്സിൻ്റെ ക്യാപിറ്റലിൽ സപ്പോസ് അവനൊരു 10,000 അല്ലെങ്കിൽ ഒരു 5,000 റുപ്പീസ് പെർമനൻ്റായിട്ട് വിഡ്രോ ചെയ്യണം. നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എഴുതുന്നത്. അത് ഈ 60,000 എൻട്രി ഇതാണ്. 60,000 കണ്ടോ, ഇത് കണ്ടോ,
ക്യാഷ് കൊണ്ടുവരുമ്പോൾ ഒറിജിനൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ, അതാണ് ഈ 60,000. അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ക്യാഷ് 60,000. ഈ ക്യാപിറ്റൽ ഒറിജിനൽ ക്യാപിറ്റലിൽ നിന്ന് അവന് പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും എക്സസ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിവേഴ്സ് എൻട്രി എഴുതും. എങ്ങനെ? എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്, റിവേഴ്സ് എൻട്രി. സപ്പോസ് അതിലൊരു 5,000 റുപ്പീസ് അവൻ എന്നേക്കുമായിട്ട് വിഡ്രോ ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യണം എങ്കിൽ അതിൻ്റെ റിവേഴ്സ് എൻട്രി എക്സിൻ്റെ ക്യാപിറ്റൽ കുറയും, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അത് ഈ ഡെബിറ്റ് സെല്ല് ടു ക്യാഷ് എന്ന് എഴുതും. 5,000 രൂപ. മനസ്സിലായോ? ഇതിനെ പറയും പെർമനൻ്റ് വിഡ്രോവൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഡ്രോയിങ്സ് അല്ല. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ്. പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട്, പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സ് വേറെ, ഇത് പെർമനൻറ്റ് വിഡ്രോവൽ, പെർമനൻറ്റ് ഡ്രോയിങ്സ് എന്ന് പറയും. ഈ കൊണ്ടുവന്ന ഈ 60,000 നിന്ന് അവൻ പെർമനൻ്റായിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ക്വസ്റ്റിൽ പറയും എക്സ് വിഡ്രോ ₹5,000 ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിച്ചു എന്നാണ്, പേഴ്സണൽ പർപ്പസിനല്ല. ഓക്കെ, അങ്ങനെ പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇത്ര ഐറ്റംസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ദ ക്യാപിറ്റൽ അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഒറിജിനൽ ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഡെബിറ്റഡ് വിത്ത് പെർമനൻറ്റ് വിഡ്രോവൽ മീൻസ് വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. എക്സസ് ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നുകൂടെ പറഞ്ഞു നോക്ക്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദർ വിൽ ബി 2 അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഫോർ ഈച്ച് പാർട്ണർ. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യും. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഒറിജിനൽ ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ കാണിക്കുന്നു? ഒറിജിനൽ ക്യാപിറ്റലും ഒറിജിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഈ 60,000 ബൈ ക്യാഷ്, അതായത്. ആൻഡ് ആൾസോ ക്രെഡിറ്റ് വിത്ത് അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് ബൈ ക്യാഷ്. ആൻഡ് ഡെബിറ്റഡ് വിത്ത് ഡെബിറ്റ് സൈഡിൽ പെർമനൻറ്റ് വിഡ്രോവൽ മെയ്ഡ് ബൈ പാർട്ണർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വിഡ്രോവൽ അതാണ് ടു ക്യാഷ്. ഡെബിറ്റ് ചെയ്യുന്നത് പെർമനൻറ്റ് വിഡ്രോവൽ കൊണ്ടുവരുമ്പോൾ ബൈ ക്യാഷ്, അതിൽ നിന്ന് പെർമനൻ്റായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കുറേ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. ഓൾ ദി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് സച്ച് ആസ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അതുപോലെ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഷെയർ ഓഫ് ലോസ് ആർ ഷോൺ ഇൻ ദി കറണ്ട് അക്കൗണ്ട്. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? എന്താ പറഞ്ഞേ? ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്ന ഐറ്റംസ് നമുക്ക് മനസ്സിലായി. ഇനി കറണ്ട് അക്കൗണ്ട് കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? റിമൈനിങ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇയർലി അഡ്ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇയർലി എന്ന് പറഞ്ഞാൽ റെക്കറിങ് നാച്ചുറലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ആ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ കാണിക്കും. അത് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ലോസ്, അതെല്ലാം ഇവിടെ കാണിക്കും, കറണ്ട് അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെത്തേഡിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം. നോക്കി, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ദ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും, ഡെബിറ്റ് ചെയ്യുന്നത് പെർമനൻറ്റ് വിഡ്രോവൽ. സപ്പോസ് ചെയ്യുക, ഈ പറഞ്ഞ അഡീഷണൽ ക്യാപിറ്റൽ അതും ഉണ്ടായിരിക്കാൻ പാടില്ല, ഈ പെർമനൻറ്റ് വിഡ്രോവലും ഇല്ല എന്ന് സങ്കല്പിച്ചേ. എന്തൊക്കെയില്ല? അഡീഷണൽ ക്യാപിറ്റലും ഇല്ല, പെർമനൻറ്റ് വിഡ്രോവലും ഇല്ല, നടത്തില്ല. ഈ കാരണം എല്ലാ വർഷവും എല്ലാ പാർട്ട്നേഴ്സും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണമെന്നില്ല, അത് റെയറായിട്ടായിരിക്കും നടക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും തന്നെ പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടാവണമെന്നില്ല. ഈ 2 കാര്യങ്ങളും നടക്കാതിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഏതൊക്കെ? അഡീഷണൽ ക്യാപിറ്റലും ഇല്ല, പെർമനൻറ്റ് വിഡ്രോവലും ഇല്ല എങ്കിൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കിയേ. ടോട്ടൽ 60,000. ബാലൻസ് ക്യാരിഡ് ആണോ എത്ര തന്നെ? 60,000 തന്നെ. ഇതൊരു അസംഷനാണ്. അഡീഷണൽ ക്യാപിറ്റലും ഇല്ല, പെർമനൻറ്റ് വിഡ്രോവലും ഇല്ല എന്ന് സങ്കല്പിച്ചാൽ ബാലൻസ് ഒറിജിനൽ ക്യാപിറ്റൽ 60,000, ബാലൻസും എത്ര തന്നെ? 60,000 ആയിരിക്കും. ഓക്കെ, അങ്ങനെ അഡീഷണൽ ക്യാപിറ്റലോ പെർമനൻറ്റ് വിഡ്രോവലോ ഇല്ല എങ്കിൽ മാത്രമേ ക്യാപിറ്റൽ എന്താവും? ഫിക്സഡ് ആവുകയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും.
അപ്പോൾ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഓഫ് ₹60,000 വിൽ റിമൈൻ 60,000 റിമൈൻ ഫിക്സഡ് വെൻ ദർ ഈസ് നോ അഡീഷണൽ ക്യാപിറ്റൽ ഓർ പെർമനൻറ്റ് വിഡ്രാവൽ. ഈ പെർമനൻറ്റ് വിഡ്രാവലും അഡീഷണൽ ക്യാപിറ്റലും ഇല്ലെങ്കിൽ മാത്രം ഒറിജിനൽ ക്യാപിറ്റൽ ഫിക്സഡ് ആകുന്നു. അതുകൊണ്ട് ഈ മെത്തേഡിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. അതേസമയം അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്, പെർമനൻറ്റ് വിഡ്രാവലും ഉണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് എത്രയാവും? 60,000, 10,000, 70,000 ആവും. 70,000 5,000 കുറച്ചാൽ 65,000 ആവും. എങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ 2 കണ്ടീഷൻസാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ഫിക്സഡ് ആകുന്നതിന്. അഡീഷണൽ ക്യാപിറ്റൽ ഇല്ലെങ്കിലോ പെർമനൻറ്റ് വിഡ്രാവൽ ഇല്ലെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ എന്താവുള്ളൂ? ഫിക്സഡ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ റിമൈൻസ് ഫിക്സഡ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓർ പാർട്ട് ഓഫ് ദി ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ. ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ ഫിക്സഡ് ആവുള്ളൂ. അതർവൈസ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കൂടി ഇപ്പോൾ സാലറി ബൈ കമ്മീഷനൊക്കെ ഇങ്ങനെ വന്നാൽ എപ്പോഴും എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ പാർട്ട്നേഴ്സിനെല്ലാം സാലറി കാണും, കമ്മീഷൻ കാണും. അതും കൂടി നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇതെല്ലാം എവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുമ്പോൾ ക്യാപിറ്റൽ എപ്പോഴും എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ചാൻസ് ഇല്ല, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഈ റെക്കറിങ് നാച്ചുറലുള്ള ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എവിടെ കാണിക്കുന്നു? കറണ്ട് അക്കൗണ്ട് കാണിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് എവിടെ വരത്തില്ല? ക്യാപിറ്റൽ അക്കൗണ്ടിലില്ല. അപ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യാം? ഫിക്സഡ് ആകാം. പക്ഷേ 2 കണ്ടീഷൻ എന്തൊക്കെ? അണ്ടർ ദി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ വിൽ ബി ഫിക്സഡ്. ഒറിജിനൽ ക്യാപിറ്റൽ വിൽ ബി ഫിക്സഡ് അൺലെസ് മീൻസ് നോ എന്നാണ്. അൺലെസ് ദർ ഈസ് അഡീഷണൽ ക്യാപിറ്റൽ. അവിടെ അഡീഷണൽ ക്യാപിറ്റലും ഉണ്ടാവാൻ പാടില്ല. ഓർ പെർമനൻറ്റ് ആയിട്ട് വിഡ്രാവലും ഇല്ല എങ്കിൽ മാത്രമേ ക്യാപിറ്റൽ ഫിക്സഡ് ആകത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾ ദി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഷോൺ ഇൻ ദി കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എപ്പോഴും എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യും. കറണ്ട് അക്കൗണ്ട് ബാലൻസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യും. കാരണം കറണ്ട് അക്കൗണ്ടിലാണ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കാണിക്കുന്നത്. ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എല്ലാ വർഷവും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് കറണ്ട് അക്കൗണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഫിക്സഡ് ആയിട്ട് നിൽക്കും. പക്ഷേ 2 കണ്ടീഷൻ. വാട്ട് ആർ ദ 2 കണ്ടീഷൻസ് ഓൺ വിച്ച് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എ പാർട്ണർ റിമൈൻ ഫിക്സഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണർ ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതിനുള്ള 2 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നോ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവാൻ പാടില്ല. ഓർ നോ പെർമനൻറ്റ് വിഡ്രാവലും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ ക്യാപിറ്റൽ എന്ത് ചെയ്യുള്ളൂ? ഫിക്സഡ് ആകത്തുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വർഷവും ഇങ്ങനെ അഡീഷണൽ ക്യാപിറ്റൽ വരണമെന്നില്ല. ഈ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല എന്ന് വിചാരിച്ചോ, ഈ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. ഈ പെർമനൻറ്റ് വിഡ്രാവൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അങ്ങനെ വരാതിരുന്നാൽ ഈ 60,000 എന്ന് പറഞ്ഞ ഒറിജിനൽ ക്യാപിറ്റൽ ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. അത് വന്നാൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓപ്പൺ ചെയ്യുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെയും ഫോമാണ് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നു. ഡേറ്റ് കോളം മസ്റ്റല്ല, വേണമെന്നില്ല. നമ്മൾ 2/, ഈ ഫോർമാറ്റിൽ 2/, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫോർമാറ്റ് എഴുതുമ്പോൾ 2/, അത് ഞാൻ നോട്ടായിട്ട് തരുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നോക്കി, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓർ ബൈ ക്യാഷ് ഓർ ബാങ്ക്. ഇതെന്താണ്? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒറിജിനൽ ക്യാപിറ്റൽ. അതല്ലെങ്കിൽ ഓർ ബൈ ക്യാഷ് ഓർ ബാങ്ക്, അതാണ് ഒറിജിനൽ ക്യാപിറ്റൽ. ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് ആണെങ്കിൽ ബൈ ക്യാഷ് വരത്തുള്ളൂ. റണ്ണിങ് ഫേം ആണെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അത് നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഓക്കെ, ദെൻ ബൈ ക്യാഷ് ഓർ ബാങ്ക് അഡീഷണൽ ക്യാപിറ്റൽ. ഇത് രണ്ടുമാണ് ഇതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതല്ല എങ്കിൽ ഓർ ബൈ ക്യാഷ്. ഈ ബൈ ക്യാഷ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒറിജിനൽ ക്യാപിറ്റൽ. ഇത് രണ്ടിലെങ്കിലും ഒന്ന്. ദെൻ വരുന്നത് ബൈ ക്യാഷ് ഓർ ബാങ്ക്, അതെന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അത് വരും. ഇവിടെ ഒരിക്കലും ബൈ സാലറിയോ ബൈ കമ്മീഷനോ ബൈ ഇൻട്രഷൻ ക്യാപിറ്റലോ ബൈ പി ആൻഡ് അപ്രോപ്രിയേഷനോ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡിലോട്ട് നോക്കി.
ടു ക്യാഷ്. അതാണ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, പെർമനൻറ്റ് വിഡ്രോവൽ, അത് ടു ക്യാഷ്. അവിടെ കൊണ്ടുവരുമ്പോൾ ബൈ ക്യാഷ്, അത് വിഡ്രോ ചെയ്യുമ്പോൾ ടു ക്യാഷ്. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. ഇത്രയും ഐറ്റംസാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ അത് എഴുതുക, ഒറിജിനൽ ക്യാപിറ്റലാണ് അത് എഴുതുക, രണ്ടിലെങ്കിൽ ഒന്ന്. ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രം അത് എഴുതുക ബൈ ക്യാഷ്. ക്വസ്റ്റ്യനിൽ പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം അത്. ഓക്കെ, ഇനി കറണ്ട് അക്കൗണ്ട് ഫോർമാറ്റ് നോക്കാം. കറണ്ട് അക്കൗണ്ട് വരയ്ക്കാം. അതിലും ഓപ്പണിംഗ് ബാലൻസ് വരാം. കഴിഞ്ഞ വർഷവും പാർട്ണർ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, ഇതെന്താണ് മനസ്സിലായോ? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. കഴിഞ്ഞ വർഷം ഇതിപ്പോൾ 2020 2019 കറണ്ട് അക്കൗണ്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തപ്പോൾ 10,000 രൂപ വന്നു എങ്കിൽ അത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ അത് എഴുതണം. ഒരു പക്ഷേ ന്യൂലി സ്റ്റാർട്ടഡ് ഫേം ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് വരത്തില്ല. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇനി ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബൈ സാലറി, ബൈ കമ്മീഷൻ, ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. ഇതെല്ലാം ശരിക്കും നമ്മൾ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്ത്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്സിലെ ബൈ. ആലോചിച്ച് നോക്കി, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് എടുത്ത് നോക്ക്. ബൈ സാലറി, ബൈ കമ്മീഷൻ, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചതെല്ലാം എടുത്ത് ഇവിടെ എഴുതണം, കറണ്ട് അക്കൗണ്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുന്നു, സാലറി എഴുതുന്നു, കമ്മീഷൻ എഴുതുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ പി ആൻഡ് അപ്രോപ്രിയേഷൻ. അടുത്ത ഡെബിറ്റ് സെല്ല് വരട്ടെ. ഡെബിറ്റ് സെല്ല് കണ്ടോ, ഒരു ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. അത് ഈഫിനി ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ഇപ്പോൾ സപ്പോസ് ചെയ്യുക, ഇതൊരു കറണ്ട് അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. എക്സ് കറണ്ട് അക്കൗണ്ടാണ്. ഞാൻ വെറുതെ എഴുതുന്ന കുറച്ച് ഐറ്റംസ് ഇമാജിനറി ആയിട്ട് എഴുതണം. ബൈ സാലറി 10,000 എഴുതി, കിട്ടി. ബൈ കമ്മീഷൻ 6,000 എഴുതി. ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ 4,000 എഴുതി. ടു ഡ്രോയിങ്സ് 10,000 എഴുതി എന്ന് വിചാരിക്കുക. സപ്പോസ് ടോട്ടൽ ചെയ്യുന്നു. 10 6 16 4 20,000 കാണുന്നുണ്ടല്ലോ. അതിൽ നിന്ന് 10,000 കുറച്ചാൽ ബാലൻസ് ക്യാരി ഡൗൺ 10,000. ടു ബാലൻസ് ക്യാരി ഡൗൺ 10,000. ഇത് അടുത്ത വർഷത്തെ ബ്രോട്ട് ഡൗൺ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്ര? 10,000 വരും. കഴിഞ്ഞ വർഷത്തെ ഈ ബാലൻസ് ക്യാരി ഡൗൺ ആണ്, ഈ വർഷത്തെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇത് ഓപ്പണിംഗ് ബാലൻസ്. ഈ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണ് അതാണ് ഇവിടെ കാണുന്നത്, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, ക്ലിയർ ആയോ? ഇത് നേരത്തെ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തത്. ഒരു പക്ഷേ അതില്ലായിരുന്നെങ്കിലോ ഇത് എഴുതണ്ട, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, ഇൻട്രസ്റ്റ് ക്യാപിറ്റലും സാലറി അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച്, ക്രെഡിറ്റ് സൈഡിലാണ് 20,000, ഡെബിറ്റ് സൈഡിൽ 10,000. അപ്പോൾ ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സപ്പോസ് ചെയ്യുക, ഈ പാർട്ണർ വിഡ്രോ ചെയ്ത 10,000 അല്ലേ, അവൻ വിഡ്രോ ചെയ്തത് സപ്പോസ് ഒരു 30,000 വിഡ്രോ ചെയ്തെങ്കിലോ, അങ്ങനെ വിഡ്രോ ചെയ്യാം. അവൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാം. അത് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പോലെയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ലേ, അതുപോലെയാണ് ഇതും. അപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ ശരിക്കും ഉള്ളത് 10 6 16 4 20,000 ഉണ്ടായിരുന്നു. പക്ഷെ അവൻ 30,000 രൂപ വിഡ്രോ ചെയ്തു, അവന് ആവശ്യം അത്രയും ഉണ്ടായിരുന്നു. എങ്കിൽ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിൽ 30,000. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയി 30,000 ആയി. അപ്പോൾ ഇവിടെയാണ് ഇതും വരില്ല. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും? 10,000 ഇവിടെ വരും. അത് ഇപ്പുറത്ത് ബ്രോട്ട് ഡൗൺ, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. അപ്പോൾ ഇതിന് ഡെബിറ്റ് സൈഡിൽ കൂടുതൽ വന്നപ്പോഴാണ് ബൈ ബാലൻസ് ക്യാരി ഡൗണും ടു ബാലൻസ് ബ്രോട്ട് ഡൗണും വന്നത്. ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ വരുമ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗണും ബൈ ബാലൻസ് ബ്രോട്ട് ഡൗണും. അപ്പോൾ ഇങ്ങനെ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ഈ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 ആണ് എന്താണ് ഇവിടെ ഈ കാണുന്നത്, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, രണ്ടും കൂടി ഒരിക്കലും വരത്തില്ല. ഒന്നുകിൽ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഓക്കെ, അത് ക്വസ്റ്റിൽ പറയും. കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ.
മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ആ പോയിൻ്റ് മാത്രം റിപ്പീറ്റ് ചെയ്ത് കാണുക. ഞാൻ ഈ എഴുതിയത് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല, 2 പ്രാവശ്യമോ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ടിലെ ഐറ്റംസ് പറയാം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ്, ബ്രോ ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ്, ബ്രോ ഡൗൺ അതുണ്ടെങ്കിൽ മാത്രം, അതിപ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ പഴയതുപോലെ ഡ്രോയിങ്സ്, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ ടു പി ആൻഡ് അപ്രോപ്രിയേഷൻ, ഷെയർ ഓഫ് ലോസ്, ഇത്ര എഴുതും. ഇത്രയും മനസ്സിലായോ? അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ്, കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഒക്കെയാണ് ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഓക്കെ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇത്രയും ക്രെഡിറ്റ് സൈഡിൽ. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് ആസ് പെർ പി ആൻഡ് അപ്രോപ്രിയേഷൻ. ഇത്ര എഴുതിയിട്ട് അക്കൗണ്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ എങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരിഡ് ഓൺ, അത് ബൈ ബാലൻസ്, ബ്രോ ഡൗൺ. ഇത് മനസ്സിലായോ? നമ്മൾ ഇത്രയും എഴുതിയിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടുന്നു, സപ്പോസ് 50,000, ഡെബിറ്റ് സൈഡ് കൂട്ടുന്നു 40,000. അപ്പോൾ ഇവിടെയാണ് കുറവ്. ടു ബാലൻസ് ക്യാരിഡ് ഓൺ 10,000 എഴുതും. അതിവിടെ ബൈ ബാലൻസ്, ബ്രോ ഡൗൺ ഇവിടെ എഴുതും 10,000. ക്ലിയർ ആയോ? ഇനി തിരിച്ച് ക്രെഡിറ്റ് സൈഡ് 40,000 എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് സൈഡ് 40,000, ഡെബിറ്റ് സൈഡ് 50,000 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 40,000, ഡെബിറ്റ് സൈഡ് 50,000. അപ്പോൾ എവിടെയാ കുറവ്? ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്, 10,000. അത് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എങ്കിൽ അത് ടു ബാലൻസ്, ബ്രോ ഡൗൺ. രണ്ട് എങ്കിൽ ഒന്നേ വരുള്ളൂ, രണ്ടും കൂടെ വരത്തില്ല. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് എന്തൊക്കെ വരാം? ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസ് വരാം. ഇതാണ് ഇത് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്, ഈ ഫെനിയാണ്, ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അതാണ് ഇവിടുത്തെ പോലെ. ഇവിടെ ബൈ ബാലൻസ്, ബ്രോ ഡൗൺ, പിന്നെ ഇവിടെ ടു ബാലൻസ്, ബ്രോ ഡൗൺ. അത് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് ഈ ഫെനിയാണ്, ഉണ്ടെങ്കിൽ മാത്രം. രണ്ടും കൂടെ ഒരു അക്കൗണ്ടിൽ ഒരിക്കലും ബൈ ബാലൻസ്, ബ്രോ ഡൗണും ടു ബാലൻസ്, ബ്രോ ഡൗണും വരത്തില്ല. അതെങ്കിൽ ഒന്നേ വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് കറണ്ട് അക്കൗണ്ട് ഫോർമാറ്റ്. നിങ്ങളത് 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ പ്രോബ്ലത്തിലോട്ട് പോകത്തുള്ളൂ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ്? നമ്മൾ ഈ പഠിച്ച 2 മെത്തഡുകൾ പറഞ്ഞല്ലോ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ് ആദ്യം പറഞ്ഞു, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് രണ്ടാമത് ഇപ്പോൾ പഠിച്ചു. ഈ 2 മെത്തഡുകളും തമ്മിലുള്ള ഡിഫറൻസ്, അത് 3 മാർക്കിന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. കുറച്ച് പോയിൻറ്റ്സ് ചോദിക്കാം. ഓരോ പോയിൻ്റ് പറയട്ടെ. ലെഫ്റ്റ് സൈഡിന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ്, റൈറ്റ് സൈഡിന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ എണ്ണം തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് there will be 2 accounts are opened in the name of each partner. Under fixed capital method, 2 accounts are opened in the name of each partner. They are capital account and current account. അത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു? 2 അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. But under fluctuating capital method, there will be only one account is maintained in the name of each partner. That is capital account. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒറ്റ അക്കൗണ്ടാണ്, ഒരേ ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. വളരെ സിമ്പിൾ അല്ലേ? എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരേ ഒരു അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ പാർട്ണർ റിമൈൻ ആൾമോസ്റ്റ് അൺആൾട്ടേർഡ്, ആൾട്ടർ ചെയ്യത്തില്ല, മാറത്തില്ല. ദാറ്റ് മീൻസ് ഫിക്സഡ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദി ഫേം. That is, under fixed capital method,
ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ദി പാർട്ണർ റിമൈൻസ് ഫിക്സഡ്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ദി പാർട്ണർ വിൽ ബി ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ആൾമോസ്റ്റ് ഫിക്സഡ് എന്നാണ്. അതിൽ മാറ്റം വരാം, ഫിക്സഡ് അല്ലാതിരിക്കാം. അത് രണ്ട് കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുകയാണ്. അഡീഷണൽ ക്യാപിറ്റലോ പെർമനൻറ്റ് വിഡ്രാവലോ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യത്തില്ല, ഫിക്സഡ് ആവത്തില്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഫ്ലോട്ട് ചെയ്യും. അത് എടുത്ത് പറയണ്ട, കാരണം അത്രയും വലിയൊരു പോയിൻ്റായിട്ട് എഴുതണ്ട. എന്താണ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ദി പാർട്ണർ റിമൈൻസ് ഫിക്സഡ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ബട്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ദി പാർട്ണർ വിൽ ഫ്ലക്ച്വേറ്റ്. ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും, വർഷാവർഷം എന്ത് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, രണ്ട് പോയിന്റിൽ അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 1 അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് ഫിക്സഡ് ആയിരിക്കും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഷോൺ ഇൻ ദി കറണ്ട് അക്കൗണ്ട്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് സച്ച് ആസ് സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ആർ ഷോൺ ഇൻ ദി കറണ്ട് അക്കൗണ്ട്. ശരിയല്ലേ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയ സാലറിയും കമ്മീഷനും ഡ്രോയിങ്സും എല്ലാം എവിടെയാണ് നമ്മൾ കാണിച്ചത്, കറണ്ട് അക്കൗണ്ടിലാണ് കാണിച്ചത്. ബട്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ ദി ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഷോൺ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. എവിടെ തന്നെ കാണിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ കാണിക്കും. അത് മനസ്സിലായോ? എങ്ങനെ പറയാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിലും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കുന്നു. അടുത്തത് ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെ വരുമെന്നാണ്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബട്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ദി പാർട്ണർ വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. എന്താ പറഞ്ഞേ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ടല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഇത് രണ്ടും ബാലൻസ് ഷീറ്റിനകത്ത് വരും. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ ഇനി പഠിക്കും. ആ ബാലൻസ് ഷീറ്റ് പഠിക്കുമ്പോൾ ആ ബാലൻസ് ഷീറ്റിനകത്ത് എന്താണ്, ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കാണും, പിന്നെ കറണ്ട് അക്കൗണ്ടും കാണും. കറണ്ട് അക്കൗണ്ട് അസറ്റ് സെല്ലും വരാം, ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ അസറ്റ് സെല്ലും വരും. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണോ എന്ന് എങ്ങനെ അറിയും? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ വന്നാൽ അതിൻ്റെ അർത്ഥം അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ബട്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ബാലൻസ് ഷീറ്റിൽ വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സ്പെസിഫിക് പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എഗ്രിമെൻ്റ് ഇല്ലാതെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കണം. ഇപ്പോൾ എക്സും വൈയും പാർട്ട്നേഴ്സാണ്, അവർക്ക് എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ അവർ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കണം. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അതിൻ്റെ അർത്ഥം സ്പെസിഫിക് പ്രൊവിഷൻ, പ്രത്യേകിച്ചൊരു തീരുമാനം ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് റിക്വേർഡ് ടു മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. സ്പെസിഫിക് പ്രൊവിഷൻ വേണം, ഒരു കരുതലുണ്ടാവണം ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡിൽ ടു മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം എഴുതി പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ നോ സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് റിക്വേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സ്പെസിഫിക് പ്രൊവിഷൻ്റെ ആവശ്യം ഇല്ല. അതായത് ഇപ്പോൾ എക്സും വൈയും പാർട്ട്നേഴ്സാണ്, അവർക്ക് എഗ്രിമെൻ്റൊക്കെ ഉണ്ടെന്നും വിചാരിക്കുക. അവർ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ എഗ്രിമെൻറ്റിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്നില്ല, അവർക്കങ്ങ് ചെയ്യാം. അതേസമയം അവർ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണെങ്കിൽ എഗ്രിമെൻറ്റിൽ പറയണം ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് എഗ്രിമെൻറ്റിൽ എഴുതിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മെയിൻറ്റെയിൻ ചെയ്യാവൂ. ഫ്ലക്ച്വേറ്റ് അങ്ങനെയില്ല.
എൻ്റെ അർത്ഥം ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നു, എന്നിട്ട് പറയണം പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഫിക്സഡ് ആണോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ എന്ന് പറയുന്നില്ല. നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്യും? ഫ്ലക്ച്വേറ്റിങ്ങിലേ ചെയ്യാവൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുക. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 1 അക്കൗണ്ട്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ആൾമോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിൽ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എഗ്രിമെൻറ്റ് പറയേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇത് നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കേൾക്കുക. കേട്ടതിന് ശേഷം നോട്ട് ഇതിൻ്റെ പിറകെ ഞാൻ അയച്ചു തരും. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ മാത്രം ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തുകയും ചെയ്യും. എന്നിട്ടേ പ്രോബ്ലത്തിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, എല്ലാവരും പഠിക്കണം.